ഇനി എല്ലാരും പോയി കൈയും കാലും ഒക്കെ കഴുകുക. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മദർ സ്ഥലത്തുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്, വരും. മദർ. ഗുഡ് മോർണിംഗ് മദർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വരൂ വരൂ. ആ ഇതേ കുട്ടികൾക്ക് കൊടുത്തേ. ആ ശരി. വരൂ, ഇരിക്കൂ. മദറിന്റെ യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. വത്തിക്കാനിൽ ഒരു വട്ടം പോവുക എന്ന് പറയുന്നതേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ ഒരു യാത്രയാണ്. മദർ ഇല്ലായിരുന്നപ്പോ 1-2 തവണ ഞാൻ വന്നിരുന്നു ഇവിടെ. സിസ്റ്റർ ആനി എന്നോട് പറഞ്ഞു, ഇവിടെ മുടക്കമില്ലാതെ വരുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് വരുൺ. ഒരാൾക്കൊരു പൊതിച്ചോറ് വാങ്ങിച്ചു കൊടുത്താൽ അയാളെ ചേർത്ത് പിടിച്ച് അതിന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നവരാണ് ഇവിടെ ഭൂരിഭാഗവും ഇപ്പോൾ. പക്ഷേ എത്രയോ നാളുകളായി ഇവിടത്തെ കുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വേണ്ടതൊക്കെ വരുൺ ചെയ്യുന്നുണ്ട്, ഒരു പബ്ലിസിറ്റിയും ആഗ്രഹിക്കാതെ. മദറെ, ഞാൻ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുന്നത് അതെൻ്റെ ഒരു ദാനമായിട്ട് അവർ സ്വീകരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരിതിനകത്തായിപ്പോയി എന്ന് കരുതി അവർക്ക് ഒരു കുറവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് അവർക്കത് മദർ കൊടുക്കുന്നത് പോലെ ഞാൻ തരുന്നത് കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞത്. ഈ നല്ല മനസ്സിന് കർത്താവ് കൂലി തരും. ഇത് ഒരുപാടുണ്ടല്ലോ വരും, സാധാരണ തരാറുള്ളതിനേക്കാൾ കൂടുതൽ. ഇരിക്കട്ടെ മദർ. കൂട്ടത്തില് ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന വലിയൊരു ഇഷ്ടമുണ്ട്. അത് നടന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവൂ. മദറും കുട്ടികളും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈ കാര്യം കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. പറയാതെ തന്നെ വരുൺ ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. പിന്നെ വരുൺ പറഞ്ഞ ഇഷ്ടം. വരുണിനെ പോലെ നല്ല മനസ്സുള്ള ഒരാൾ അർഹിക്കാത്തത് കൊതിക്കില്ല എന്നറിയാം. വരുണിന്റെ ആഗ്രഹങ്ങൾ നടക്കാനുള്ളത് തന്നെയാണ്. അത് നടക്കും. താങ്ക് യു മദർ. പിന്നെ വരുണിനെ പോലെ ഈ അനാഥാലയത്തിലെ കുട്ടികളെ സ്നേഹിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അവരൊരു സെലിബ്രിറ്റിയാണ്. വാർത്തകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നിശബ്ദമായി വന്ന് മടങ്ങും. കുട്ടികളെ വലിയ ഇഷ്ടമാ. ആരാണെന്നറിയോ? ദി ഗ്രേറ്റ് സിംഗർ ശ്യാമ. ശ്യാമ ഇവിടെയുണ്ട്. വരുണിന് അവരെ കാണണമെന്ന് താല്പര്യമുണ്ടോ? അവരൊക്കെ നമ്മുടെ മനസ്സിൽ കയറി പറ്റിയ ദൈവതുല്യരല്ലേ. അവരെ കാണാൻ ആരാ ആഗ്രഹിക്കാത്തത് മദർ? അവരെ കാണണം എനിക്ക്. ശരി, വരുൺ ഒരു നിമിഷം ഇവിടെ ഇരിക്കും. എനിക്ക് ബിഷപ്പ് ഹൗസിലേക്ക് 1-2 ഫയലുകൾ കൊടുത്തു വിടാനുണ്ട്. അത് കഴിഞ്ഞ് വന്ന് ഞാൻ ശ്യാമയെ പരിചയപ്പെടുത്തി തരാം. താങ്ക് യു മദർ. ശരി. മാഡം, നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ഈ കുട്ടികളുടെ അടുത്തുനിന്ന് എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല മാലിനി.
ശ്യാമ മാഡം, ആഹാ. അടുത്ത തവണ ഞാൻ വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊരു കീബോർഡ് കൊണ്ടുവരുമോ? ആ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെയാണോ ചോദിക്കുന്നത്? ഏയ് സാരമില്ല സിസ്റ്റർ, കുട്ടികൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു കീബോർഡ് ഞാൻ കൊടുത്തുവിടാം. ദാ കൊടുക്ക. ഈ മിഠായി എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ഓക്കെ. പൊക്കോ. വരുൺ വരൂ. എങ്കിലും നീ പോട്ടെ. ശരി ഞാൻ എന്താ വരുൺ? അല്ല മദർ, ഇപ്പൊ ഇവിടുന്ന് പോയതാണോ ഗായിക ശ്യാമ? സിസ്റ്ററെ, ശ്യാമ പോയോ? ആ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ആ വരുൺ, സോറി. ശ്യാമ സാധാരണ ഇത്രയും വേഗം പോകാറില്ല, അതാ ഞാൻ. മദർ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ പിന്നെ വരാം. വരുൺ, അത് ഞാൻ വന്നിട്ട് പറയാം മദർ, ഇപ്പൊ വരാം. എന്തു പറ്റി ഈ കുട്ടിക്ക്? ആര്? മാഡം, എൻ്റെ പേര് വരുൺ. എനിക്ക് ശ്യാമ മാഡത്തിനെ കണ്ടിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും ദൂരം പുറകെ വരികയായിരുന്നു. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ശ്യാമ ആർക്കും കാണാൻ പറ്റില്ല. അത് മാത്രമല്ല, ഒരു പരിചയമില്ലാത്ത നിങ്ങളെപ്പോലെ ഒരാളുടെ അടുത്തേക്ക് ശ്യാമ വരുന്നത് എങ്ങനെയാ? മാഡം 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 പ്ലീസ്, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാ. എൻ്റെ പേര് വരുൺ, ഞാൻ കണിമംഗലം തറവാട്ടിലെ. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ശ്യാമയെ കാണാൻ പറ്റില്ല. മാഡം പ്ലീസ്. ഞാനാണ് ശ്യാമയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എൻ്റെ പേര് ഐശ്വര്യ. നിങ്ങൾക്ക് ശ്യാമയോട് പറയാനുള്ള കാര്യം എന്താ? കേട്ടിട്ട് അത്രയും പ്രധാനപ്പെട്ട ഒന്നാണെങ്കിൽ ഞാൻ ശ്യാമയെ വിളിക്കാം. മാഡം
മാഡം, എനിക്കറിയാവുന്നൊരു കുട്ടിയുണ്ട്, രാധിക. അയാൾ ഒരു അനാഥയാണ്. പക്ഷേ കണ്ടാൽ ശ്യാമ മാഡത്തിനെ പോലെ തന്നെ ഇരിക്കും. ആ കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? രാധിക. രാധിക. ശ്യാമ മാഡവും രാധികയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഒരുപക്ഷെ അവിടെ ചിലപ്പോൾ ശ്യാമ മാഡത്തിന്റെ മകളാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? എത്രയോ വർഷമായിട്ട് ഞാൻ ശ്യാമയുടെ കൂടെ ഉള്ളത്. ശ്യാമയ്ക്ക് അങ്ങനെ ഒരു മകളില്ല. മാഡം, ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് ശ്യാമ മാഡത്തിനോട് പറഞ്ഞേ പറ്റൂ. വരുൺ, പ്ലീസ്. നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടുകയും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ശ്യാമയെ മാത്രമേ നിങ്ങൾക്കറിയൂ. പക്ഷെ ശ്യാമയുടെ അവസ്ഥയോർത്ത് വല്ലാത്ത ദുഃഖത്തിലാ ഞങ്ങള്. എന്തുപറ്റി? ശ്യാമ ഒരു വലിയ രോഗത്തിന് അടിമയാണ്. അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോ പൊതുപരിപാടികൾ പോലും ഒഴിവാക്കി പ്രാർത്ഥനയും അനാഥാലയങ്ങളിലുള്ള സന്ദർശനമൊക്കെ ആയിട്ട് കഴിഞ്ഞു പോവുക. ആ കുട്ടിക്ക് ശ്യാമയോടുള്ള സാമ്യം എത്രയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഈ കാര്യം ഒരിക്കലും ശ്യാമയെ അറിയിക്കരുത്. അസ്വസ്ഥമായ ശ്യാമയുടെ മനസ്സിൽ വീണ്ടും ചിന്തകൾ കാടുകയറിയ ശ്യാമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് കലാലോകത്തിന് വലിയ നഷ്ടമായിരിക്കും. അതോർക്കണം. സോറി മാഡം, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും മാഡത്തിനെ ബുദ്ധിമുട്ടിക്കില്ല. ഇത് പറയാൻ ഞാൻ ശ്രമിക്കുമല്ല. താങ്ക്സ്. വരുണിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞല്ലോ. ശ്യാമ മാഡം ഈ നാടിന്റെ സമ്പത്തല്ലേ. എത്രയും പെട്ടെന്ന് അവരവരുടെ അസുഖത്തിൽ നിന്ന് മുക്തി നടത്താൻ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഡം. വരുൺ, നിന്നെ ദൈവം എത്തിച്ചതാ ഇവിടെ. രാധിക, ശ്യാമയുടെ മകളുടെ പേര്. നീ പറഞ്ഞൊരിക്കലും ശ്യാമ ഇതറിയില്ല. പക്ഷേ അറിയേണ്ടവരറിഞ്ഞല്ലോ. അമ്മ, എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? അമ്മ, ഞാൻ എന്ത് ചെയ്തിട്ടാ? ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് അതുപോലും കുടിക്കുന്നില്ല. അത്രയ്ക്ക് എന്ത് അപരാധം അമ്മ ഞാൻ ചെയ്തേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ തല്ലുന്നെങ്കിൽ തല്ലിക്കോ, ഇനി വഴക്ക് പറയണമെങ്കിൽ വഴക്ക് പറഞ്ഞോ. പക്ഷെ എന്നിങ്ങനെ അവഗണിക്കരുത്. മുത്തശ്ശി എന്നോട് ദേഷ്യപ്പെടുമ്പോഴും തല്ലുമ്പോഴും ഒക്കെ എന്നെ ചേർത്ത് പിടിച്ചിരുന്നത് അമ്മയല്ലേ? എന്നിട്ട് അമ്മയ്ക്കും എന്നോട് വെറുപ്പായോ? എനിക്ക് മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. ഒന്ന് പോകുന്നുണ്ടോ നീ? ഞാൻ പോവില്ല. അമ്മയുടെ മനസ്സിൽ എന്താന്ന് എനിക്ക് അറിയണം. അമ്മയ്ക്കറിയാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല. എന്താ അമ്മയുടെ സംശയം? അമ്മ എന്നോട് ചോദിക്കുകയും ഇനി അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിലല്ലേ? ഞാൻ അറിയാത്ത ഒരു രഹസ്യവും നിന്റെ മനസ്സിലില്ലല്ലേ?
എനിക്കാ മണ്ടത്തരം പറ്റിയത്. മുത്തശ്ശി മാത്രമല്ല, പലരും പറഞ്ഞിട്ടുണ്ട് ഈ സ്നേഹം അപകടമാണെന്ന്. ഞാനതൊന്നും കാര്യമാക്കിയില്ല. ആത്മാവ് തന്നു തന്നെ നിന്നെ സ്നേഹിച്ചു. പക്ഷെ നീ മിടിക്കുക. നിനക്ക് എല്ലാവരെയും പറ്റിക്കാനറിയാം. അമ്മ, നീ ഇവിടുന്ന് പോകുന്നുണ്ടോ അതോ ഞാൻ എണീറ്റ് പോണോ? വേണ്ട. എനിക്ക് മനസ്സിലാവും. എന്നെപ്പോ പഴയതുപോലെ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലേ? മുത്തശ്ശി പറയുന്നതും മറ്റുള്ളവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നി തുടങ്ങി. അതിന്റെ അർത്ഥം ഞാനിവിടെ വേണ്ടെന്നല്ലേ? ഇത്രയൊക്കെ പറഞ്ഞ നിലയ്ക്ക് അമ്മ അതോടി പറ. ഈ രാത്രി തന്നെ ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാം. ഒന്ന് പോകാൻ പറഞ്ഞാൽ നിനക്ക് എന്താ മനസ്സിലാവാത്തെ? എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കുന്നത്? എന്റെ കൃഷ്ണ, എന്ത് പൊറുപ്പേ. ഈ ലോകത്ത് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛനമ്മയ്ക്ക് മാത്രം. അമ്മ ഇപ്പം എന്നെ വെറുത്തു. അമ്മയുടെ മനസ്സിൽ എന്താ എന്നെ കുറിച്ച് തോന്നിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അതെങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയില്ല. ഇപ്പം ആട്ടിപ്പായിച്ചതുപോലെ ഇനിയും എന്നെ ആട്ടിപ്പായിക്കാനാണ് അമ്മയുടെ ഉദ്ദേശമെങ്കിൽ എനിക്ക് ഈ ജന്മം വേണ്ട കൃഷ്ണ. ഈ ജന്മം അങ്ങ് തിരിച്ചെടുത്തേക്ക്. പ്രസവിച്ച അമ്മയ്ക്ക് എന്നെ വേണ്ടായിരുന്നു. ഇപ്പൊ വളർത്തിയ അമ്മയ്ക്കും വേണ്ട. ഈ ലോകത്തിന് തന്നെ വേണ്ടാത്തവളായി ഞാൻ. എനിക്ക് മതിയായി, മതിയായി. എനിക്ക് ജീവിതം മതിയായി. ഭഗവാനെ, ഞാൻ ആരുടെ പക്ഷത്താ നിൽക്കേണ്ടേ? രാധിക മോളെ പൂർണ്ണമായും എനിക്ക് കുറ്റം പറയാൻ പറ്റോ? രാധിക മോളുടെ കഴുത്തില് വരുൺ താലി കെട്ടിയതല്ലേ? താലി കെട്ടിയ പുരുഷൻ പെണ്ണിന് ഭർത്താവല്ലേ? പക്ഷെ അതിനപ്പുറത്ത് നിൽക്കുന്നത് എന്റെ മകളാ. ഞാനിതില് ആരുടെ കൂടെയാ നിൽക്കേണ്ട? ഞാൻ ആരെയെ തള്ളിക്കളയേണ്ട? ഇതുപോലൊരു പ്രതിസന്ധിയില് എന്നെ എന്തിനാ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? വേണ്ട, നീ ഇരുന്നു. യശോദേ, എന്തെങ്കിലും അറിഞ്ഞ അപ്പൊ തന്നെ ബഹളം ഉണ്ടാക്കുന്ന ഒരു പ്രകൃത എന്റേത്. ആ രാധികയുടെ കാര്യത്തില് ഞാൻ എപ്പോഴും അങ്ങനെ പെരുമാറിയിട്ടുമുണ്ട്. പക്ഷേ നിന്നോട് ഞാൻ പെരുമാറിയിട്ടുള്ളത് അങ്ങനെയൊന്നുമല്ല. ദേവന്റെ ഭാര്യയായി വന്ന് കേറിയപ്പോ മുതല് ഈ കുടുംബത്തിനു വേണ്ടി നീ കഷ്ടപ്പെടുന്നതും ഇവിടെയുള്ളവരെ സ്നേഹിക്കുന്നതും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിനക്കൊരു വിഷമം വന്നാല് അത് പരിഹരിക്കണമെന്നാണ് അമ്മയുടെ തീരുമാനം. പറ, എന്താ നിനക്ക് പറ്റിയേ? ആരാ നിന്റെ മനസ്സിൽ ഇത്രയും വലിയ സങ്കടം വരുത്തിവെച്ചത്? എനിക്കൊന്നുമില്ലമ്മേ. നല്ല ക്ഷീണം തോന്നി. ക്ഷീണവും സങ്കടവും എല്ലാം കൂടി ഒന്നിച്ച് മനസ്സിന് വരുമ്പോ ആരോടെങ്കിലും ദേഷ്യം വരും. അത്രേ ഉള്ളൂ. കള്ളം പറയണ്ട. നീ അവളോട് ദേഷ്യപ്പെടണമെങ്കിൽ അത്രയും വലിയൊരു തെറ്റ് അവള് ചെയ്തിട്ടുണ്ടാവണം. പറ, എന്താ അവള് ചെയ്തേ?